okay, 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 perfect, okay, okay. മച്ചാനത് ഒരളിയാ. And the can and the cone and the pack. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈദ് സ്പെഷ്യൽ കത്തായിഫാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു അറബിക് ഡിഷാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കത്തായിഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വേണം. പിന്നെ 1 കപ്പ് പാലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതായത് ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ വേറൊരു ടൈപ്പ് ഫില്ലിംഗ് കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാം കോട്ടേജ് ചീസ് ആണ്. അതിലേക്ക് നമുക്ക് ഒരു 100 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ബോയിലായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ബേസിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് മൈദ എടുക്കാം. അതിൻ്റെ കൂടെ 1/2 കപ്പ് റവയും കൂടെ ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർക്കാം. ഇതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അതായത് ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ചുട്ടെടുക്കാം. പാൻ ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് 1 സ്പൂണ് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് മാത്രം ചുട്ടെടുത്താൽ മതിയാവും. ഇത് തിരിച്ചു മറിച്ച് വിടേണ്ട കാര്യമില്ല. അതായത് ഇപ്പം കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു കളറിൽ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ചെറിയ ചൂട് വേണം, എന്നാലേ ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് പിസ്താഷ്യോ ഒന്നിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ സ്വീറ്റ് ഡിഷ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു.